നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 322ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടിയും നാടക നടിയും നാടക രംഗത്ത് അദ്വിതീയമായ സ്ഥാനം വഹിച്ചിട്ടുള്ള ശ്രീമതി മീന ഗണേഷ് എന്ന അപൂർവ വ്യക്തിത്വമുള്ള ആ നടിയെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിനടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 10-30 വർഷത്തിന് മുകളിലായിരിക്കുന്നു. മറ്റുള്ള നടികളെക്കാട്ടിലും സവിശേഷത എന്ന് എടുത്തു പറയേണ്ടത് പാടിപ്പതിഞ്ഞ ശബ്ദം എന്ന് പറയും പോലെ നാടകരംഗത്ത് അവരുടെ അദ്വിതീയമായ സ്ഥാനം പറഞ്ഞാൽ തീരില്ല. ടാഗോർ തിയേറ്ററിൽ വെച്ച് ഇവർ അഭിനയിച്ചൊരു നാടകം ഞാൻ കാണുകയുണ്ടായി. നാടകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. 30 വർഷത്തിന് മുൻപേയാണ്. അതുകൊണ്ടാണ് ആ നാടകത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കഴിയാത്തത്. ഒരു സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യണം, ഒരു സ്റ്റേജിൽ കാണികളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ശബ്ദത്തിൻ്റെ വിന്യാസം, പരസ്പരം പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ചടുലമായ ഭാവം, ആരോട് എങ്ങനെ പറയുന്നു എന്നതൊക്കെ ഒരു വലിയ പോയിൻ്റാണ്. പ്രത്യേകിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ തോന്നലിൽ സിനിമയേക്കാൾ ഉപരി പ്രയാസവും അവതരിപ്പിക്കുന്ന രീതിയുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരുപാട് നാടകങ്ങൾ, പലരും അഭിനയിച്ച ഒരുപാട് നാടകങ്ങൾ കാണുകയുണ്ടായി. NN പിള്ളയുടെ നാടകവും അങ്ങനെ നിരവധി പേരുടെ. അപ്പോൾ ആ നാടകങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. KPSC ലളിതയെപ്പോലെയോ അതിലുപരിയോ എന്ന് പറയത്തക്ക രീതിയിൽ അഭിനയ മികവ് കാഴ്ചവെച്ച ഒരു വലിയ അഭിനേത്രി. എതിർച്ചയാണ് അവരെ ഞാൻ കാണുന്നത്. കുറച്ച് നാടകങ്ങളുടെ അവതരണത്തിന് ശേഷം ടാഗോർ തിയേറ്ററിലും കാർത്തികനാൾ തിയേറ്ററിലും വെച്ച് 1-2 തവണ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. നാടകം കഴിഞ്ഞ ശേഷമാണ് അവരെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചത്. 2 തവണയും നടന്നില്ല. അപ്പോൾ പിന്നീട് ഒരിക്കൽ അവരെ കണ്ട് ഒന്ന് സംസാരിക്കണം എന്ന് കരുതിയാണ് ആയുർവേദ കോളേജിനടുത്തുള്ള അവിടെ ഒരു മുത്തുമാരി അമ്മൻ കോവിലുണ്ട്, റോഡ് സൈഡിലായിട്ട്. ദേവസ്വം ബോർഡിൻ്റെ ബിൽഡിങ്ങിനൊക്കെ എതിർവശത്തായിട്ടുള്ള ഒരു ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു വലിയ വീടല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഞാനിവരെ കാണുന്നത്. അങ്ങനെ അവരുമായി ദീർഘനേരം, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നാടക അവതരണത്തെക്കുറിച്ചും നാടക സംവിധാനത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും എന്നുവേണ്ട വിവിധ തലങ്ങളിൽ സംസാരിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഉയർന്നതിനെ ഉയർന്നത് എന്നും അറിവിന് അളവുകളില്ലാതെ കാണുമ്പോൾ അത് എത്രമാത്രം മനസ്സിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാൻ പ്രാപ്തയായ ഒരു വലിയ താരം എന്ന് തന്നെ വേണം വിളിക്കാൻ. ആ സംസാരത്തിനിടയിൽ അനർഗളമായി ഒഴുകി വരുന്ന നാടക അനുഭവങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ ദൈവമേ എന്ന് ഞാൻ മനസ്സിൽ വിളിച്ചുപോയി. കാരണം അത്ര സ്പഷ്ടവും ദൃഢവും ഭാഷാശുദ്ധിയും എങ്ങനെ അത് നമ്മുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നതിനെയൊക്കെ കുറിച്ച് വളരെ അഗാധമായ അറിവുള്ള ഒരു അഭിനേത്രി. ഞാൻ പറഞ്ഞല്ലോ, ടാഗോർ തിയേറ്ററിൽ വെച്ച് അവരുടെ ഒരു നാടകം കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു
വാഞ്ച, ആ ഒരു ആഗ്രഹം, അവരെ എങ്ങനെയായാലും നേരിൽ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് കരുതി അവരുടെ താമസിച്ചിരുന്ന അവിടെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് അവരെ ഓർത്തെടുക്കാൻ നന്ദനത്തിലെയും അമ്മക്കിളിക്കൂടിലെയും വാസന്തിയും ലക്ഷ്മിയും അങ്ങനെ നിരവധി ചിത്രങ്ങൾ, 100ഓളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിരിക്കുന്നു. പ്രൊഫഷണലായി 25ഓളം നാടകങ്ങളും 100 കണക്കിന് സ്റ്റേജുകളിൽ അവർ അഭിനയിച്ചിരിക്കുന്നു. നിരവധി സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വലിയൊരു കലാകാരി. നാടകത്തെക്കുറിച്ച് ഇത്രയധികം അവഗാഹ ജ്ഞാനം ഇവർ എങ്ങനെ നേടിയെടുത്തു എന്ന് ഇത് പറയുമ്പോഴും ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. അത്രമാത്രം പടിഞ്ഞാറൻ നാടകങ്ങളെക്കുറിച്ചും നമ്മുടെ നാടകങ്ങളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടും നാടകം അവതരിപ്പിക്കുമ്പോഴുള്ള സെറ്റിങ്സിനെക്കുറിച്ചും നാടകത്തിൽ മൈക്കുകൾ ഏത് ദിശയിൽ വേണം, ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രമായി മാറുക, അതോടൊപ്പം ശബ്ദവിന്യാസം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇതെല്ലാം മനസ്സിലാക്കി വേണം ഓരോന്ന് ചെയ്യാൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അതുല്യ പ്രതിഭയാണ് അവർ. നാടകത്തിൻ്റെ മേഖലയിലായാലും സിനിമയുടെ മേഖലയിലായാലും അവരുടെ കഴിവ്, അവരുടെ മികവ് എടുത്തു പറയേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ പക്ഷം. തമിഴ്നടൻ KP കേശവൻ്റെ മകളായി 1942 പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളയിലാണ് അവരുടെ ജനനം. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയ തുടക്കം. 100ഓളം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറഞ്ഞല്ലോ, വാസന്തിയും ലക്ഷ്മിയും, അമ്മക്കിളിക്കൂട്, നന്ദനം, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. 2024 69ാമത്തെ വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ കണ്ട എത്രയോ പ്രതിഭകൾ, ഞാൻ കണ്ട എത്രയോ കലാകാരികൾ, അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കും നാടകത്തെക്കുറിച്ച്, പ്രൊഫഷണൽ നാടകത്തെക്കുറിച്ച് വാ തോരാതെ അതിൻ്റെ പിന്നണിയെക്കുറിച്ചും അതിൻ്റെ മുന്നണിയെക്കുറിച്ചും അത് ഒരു ട്രൂപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, സ്വന്തമായ ട്രൂപ്പുണ്ടായിരുന്ന അവർ ഒടുവിൽ ആ ട്രൂപ്പ് തന്നെ നിർത്തി അഭിനയ രംഗത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമുണ്ടായി. ഒരു അഭിനേത്രി എങ്ങനെയാവണം? സമൂഹത്തിൻ്റെ മുന്നിൽ അവർ കോറിയിട്ട രംഗങ്ങൾ, അവർ അഭിനയിച്ച രംഗങ്ങൾ, എഴുത്തുകാരൻ എന്ന നിലയിലും അവരുടെ അനുഭവജ്ഞാനത്തെയും അവരുടെ വ്യക്തിജീവിതത്തെയും കറപുരളാത്ത അവരുടെ ജീവിതം, എവിടെയൊക്കെയോ ചില ഏറ്റക്കുറച്ചിൽ അസുഖമായി കിടന്നതും അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ചാൽ നാടകരംഗത്തും സിനിമാ രംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച മീന ഗണേഷ് എന്ന നടിയെ ഓർക്കാതെ പോകുന്നത് നന്നല്ല എന്നതാണ് എൻ്റെ പക്ഷം. അന്ന് അവരെ കണ്ട് മടങ്ങുമ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, കാലത്തിൻ്റെ പ്രകാശം മങ്ങിയും തെളിഞ്ഞും ഇരുണ്ടും ഒക്കെ പോകും. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളൊക്കെ എന്നെ ഓർക്കുമോ? ഞാൻ ഈ പടിവാതിൽ കൊട്ടി അടച്ചാലും എൻ്റെ മുഖം നിങ്ങൾ ഓർക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവർ കഥ അടയ്ക്കാൻ ഭാവിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി,
അഭിനേത്രിയുടെ ഒരു നാടകം ടാഗോർ തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എന്നെങ്കിലും നേരിൽ കണ്ടൊന്ന് സംസാരിക്കണം, ആ നാടക അനുഭവങ്ങളും സിനിമാ അനുഭവങ്ങളും ഒന്ന് കേൾക്കണം എന്ന് ഞാൻ നിശ്ചയിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ആ ഓർമ്മ മാത്രം മതി ഇവിടെ എഴുതപ്പെടാൻ. എന്തായാലും ദീർഘായുസ്സും ആയുരാരോഗ്യവും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് തൊഴുകൈയോടെ ഇറങ്ങുമ്പോൾ അവർ പടി കടന്ന് പുറത്തു വന്ന് ഞാൻ നടന്നു പോകുന്നത് നോക്കി നിന്നു. ആ ഒരു നിൽപ്പ്, ഞാനൊരു ചിത്രകാരനല്ല, പക്ഷെ ഒരു ചിത്രകാരനായിരുന്നെങ്കിൽ ഞാൻ വരച്ചേന്. ആ മുഖത്തിൻ്റെ പ്രസരിപ്പ്, ആ തിളങ്ങിയ കണ്ണുകൾ, ആ രൂപം ഒരിക്കലും മറക്കാവതില്ല. കാലത്തിൻ്റെ മറ നീക്കി വേറൊരു ലോകത്തെത്തപ്പെട്ടുവെങ്കിലും ആ വലിയ കലാകാരിയെ മനസ്സുകൊണ്ട് ഞാൻ നമിക്കുന്നു. അവരെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു കുറിപ്പ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.